ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ റീന ടി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ മധുപാലൻ സ്വാഗതം ആശംസിച്ചു. കായംകുളം കൃഷി വിജ്ഞാന കേന്ദ്രം പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ എ ജോസഫ് രാജ്കുമാർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പ്രകൃതിയെ നിരീക്ഷിക്കുവാനും സ്നേഹിക്കുവാനും അടുത്തറിയുവാനും കഴിയുന്ന ഒരു തലമുറയ്ക്ക് ഭൂമിയിൽ അവശേഷിക്കുന്ന പച്ചപ്പ് കാത്തു സൂക്ഷിക്കുവാൻ കഴിയുള്ളൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. You cannot listen to me. So they are the hungry elevators or the poverty reducers. So always have a big thankfulness to a farmer, whomsoever it is. So whenever you take a food, be thankful to them. Number one. Number two is the World Environment Day. Why I am reiterating this World Environment Day is again because agriculture is partly destroying the ecosystem, no doubt about that. But still, food wastage you should understand. My dear students, don't waste food at all. If you are doing that small exercise, I think you are doing a great service to the nation. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി പാർവതി പ്രസംഗിച്ചു. 7ാം ക്ലാസ് വിദ്യാർത്ഥിനി അലീഷ പ്രകൃതി എന്ന കവിത അവതരിപ്പിച്ചു. തുടർന്ന് ദിനാചരണവുമായി ബന്ധപ്പെട്ട മറ്റു കലാപരിപാടികളും നടന്നു. സയൻസ് അധ്യാപിക സുജ PS ആശംസകൾ അർപ്പിച്ചു. കുട്ടികൾ നിർമ്മിച്ച മാതൃകകൾ മാലിന്യങ്ങളുടെ പുനരുപയോഗ സാധ്യത വ്യക്തമാക്കുന്നവയായിരുന്നു. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങളും നൽകി. ശ്രീനാരായണ സാംസ്കാരിക സമിതി പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ദീപ കെ ഗോപാൽ, വൈസ് പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ, സെക്രട്ടറി വിനോദ് MS, ജോയിന്റ് സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ, ട്രഷറർ പ്രൊഫസർ TM സുകുമാരബാബു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. പ്രോഗ്രാം കൺവീനർ ബിന്ദുമോൾ കൃതജ്ഞത രേഖപ്പെടുത്തി. ചടങ്ങിൽ രക്ഷകർത്താക്കൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.